വർഷം 1967. പ്രൗഢഗംഭീരത്തോടെ ഒരു ആഡംബര യാത്രാ കപ്പൽ അങ്ങ് സ്കോട്ട്ലാൻഡിൽ പിറവെടുക്കുകയാണ്. പണിപ്പുര വിട്ട കപ്പൽ 1969 മുതൽ ഇങ്ങോട്ട് 2008 വരെ കടലിൽ രാജ്ഞിയെ പോലെ വിലസി. സാക്ഷാൽ ക്യൂൻ എലിസബത്ത് സ്വന്തം പേര് നൽകി നാടിന് സമർപ്പിച്ച രണ്ടാമൻ. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് QE2 ദ വേൾഡ് ക്രൂയിസ്. 2008 ശേഷം എന്ത് സംഭവിച്ചെന്നല്ലേ പറയാം. വേറൊന്നും സംഭവിച്ചില്ല. ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് റിട്ടയർഡ് ലൈഫിനായി ഇങ്ങ് ദുബായിലോട്ട് വന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് ദ ഫേമസ് ഫ്ലോട്ടിംഗ് ഹോട്ടലായി ദേ ഇവിടെ. അപ്പൊ നമുക്ക് ഇനി ഇതിൽ വിശേഷങ്ങൾ കാണാം. കയറി ചെല്ലുന്ന തന്നെ റിസർവേഷൻ ഡെസ്കിലേക്കാണ്. ഇവിടെ മനോഹരമായി തന്നെ വെയിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ID വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ ഷിപ്പിലോട്ട്. ഹംബോ, ഒരു ബഡാ കപ്പൽ. അപ്പോൾ തന്നെ ഇതിന്റെ വലിപ്പറിയാൻ ആകാംക്ഷയായി. യെസ്, 294 മീറ്റർ ലെങ്ത്, 32 മീറ്റർ വിഡ്ത് ആൻഡ് 52 മീറ്റർ ഹൈറ്റ്. നമ്മുടെ ടൈറ്റാനിയേക്കാളും വലുതാണ് കക്ഷി. ഓക്കെ, നമുക്കപ്പോൾ ഉള്ളിലോട്ട് കയറാം. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു വൗ ഫാക്ടർ ഉണ്ട്. ഓക്കെ, ഇനി നേരെ റൂമിലോട്ട്. സ്റ്റാൻഡേർഡ്, ക്ലാസിക്, സിഗ്നേച്ചർ ആൻഡ് ക്യാപ്റ്റൻ റൂം എന്നിങ്ങനെ 4 ടൈപ്പ് റൂമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സിഗ്നേച്ചർ വിത്ത് സീ വ്യൂ ആണ്. ഇനി സ്വല്പം റെസ്റ്റ് എടുത്തിട്ടാവാം ബാക്കി പരിപാടി. ഇന്നല്ല, അന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. കണ്ടില്ലേ, മിസ് സ്ക്രീനിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഇട്ട് സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. ഞാൻ തീരെ പ്രതീക്ഷയില്ല ഇങ്ങനൊരു വിഷയം. നോട്ട് പാഡിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതിയത് കണ്ടോ നിങ്ങൾ? അത് ഞാൻ തന്നെ എഴുതിയതാ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ റേസ് നൗ. ആദ്യം തന്നെ നമുക്ക് മ്യൂസിയം കാണാം. ഇവിടെ ക്യൂൻ എലിസബത്ത് ഇരുന്ന ചെയർ, ഷിപ്പ് മിനിയേച്ചേഴ്സ്, പിന്നെ സർവീസിലുള്ളപ്പോൾ യൂസ് ചെയ്ത പല തിങ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്, ഫ്രെയിംസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗൈഡ് ത്രൂ നമുക്ക് ഷിപ്പ് ടൂർ നടത്താം. പെർ പേഴ്സൺ 50 dirhams ആണ് ചാർജ് ചെയ്യുന്നത്. ഗൈഡ് ഇല്ലാതെയും ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഞാനിങ്ങനെ നറേറ്റ് ചെയ്ത് ബോർ ആക്കണ്ട അല്ലേ. ഇനി അങ്ങോട്ട് ഇത്രയും പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ലക്ഷറിയുടെ അവസാന വാക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആഡംബര കപ്പൽ നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കും. അവിടെ പ്ലേ ആവട്ടെ. നമുക്ക് ഈ ഷിപ്പിനെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം അല്ലേ. 1975 Jan 4 സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ആരംഭിച്ച ആദ്യ യാത്ര 2008 Jan 7 26ഓളം വേൾഡ് ട്രിപ്പുകൾ കഴിഞ്ഞ് ഇവിടെ ദുബായിൽ എത്തുകയായിരുന്നു. പനാമ കനാൽ കടന്ന ഏറ്റവും വലിയ കപ്പൽ. 1982 ഫോക്ലാൻഡ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ എത്തിക്കാൻ യുദ്ധക്കപ്പലായും മാത്രമല്ല അന്നുണ്ടായ യാത്രാ കപ്പലുകളിൽ ഏറ്റവും വേഗതയേറിയതും 800-ലധികം തവണ അറ്റ്ലാന്റിക് മഹാസമുദ്രം കടന്നതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നിങ്ങനെ നീണ്ടുപോകുന്നു സവിശേഷത. ഇതിനുള്ളിലുള്ള കാഴ്ചകൾ ഒട്ടും നമ്മളെ നിരുത്സാഹപ്പെടുത്തില്ല. എനിക്ക് തോന്നുന്നു ഈ സമ്മർ സീസണിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഹോട്ടൽ സ്റ്റേ. രാത്രി കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അങ്ങനെ ഷിപ്പ് ടൂർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. ഇനി നാളെ sitting in the basement apartment I rented with